ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ദേശീയപാത വാണിയമ്പാറയിൽ 323 ഗ്രാം MDMA-യുമായി 4 പേർ തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിൽ. പ്രതികൾ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി പോലീസ്. വാൽപ്പാറയ്ക്ക് സമീപം കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ഉത്തരേന്ത്യൻ സ്വദേശിയായ ദിൽബർ അലിക്കാണ് പരിക്കേറ്റത്. ചേലക്കര വാഴക്കോട് പ്രധാന പാതയിൽ കാട്ടാന ഇറങ്ങി. വടക്കാഞ്ചേരി ചേലക്കര റോഡിൽ കാട്ടാന ശല്യം രൂക്ഷം. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഫാർമസിയിൽ 1ാം റാങ്ക് തൃശൂർ പഴമ്പള്ളി സ്വദേശി വിനായക് നാരായണന്, 2ാം റാങ്ക് ഒല്ലൂർ സ്വദേശിക്ക്, എഞ്ചിനീയറിംഗിൽ 3ാം റാങ്ക് തൃശൂർ സ്വദേശിനി വിസ്മയയ്ക്ക്. സംവിധായകനും നടനുമായ K. ഭാഗ്യരാജ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. ലോകകപ്പ് പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വായ് പുറത്തായി. അർജന്റീന നാളെ ജോർദാനെ നേരിടും. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ലഹരിവേട്ട. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത വാണിയമ്പാറയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ വാഹന പരിശോധനയിൽ 323 ഗ്രാം MDMA പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കാക്കശ്ശേരി കല്ലൂറയിൽ വീട്ടിൽ ഷിഫാസ്, നമ്പഴിക്കോട് മാരക്കാട്ട് വീട്ടിൽ ജിഷ്ണു, ഗുരുവായൂർ സ്വദേശികളായ വിദ്യ, ശ്രീലക്ഷ്മി എന്നിവർ പിടിയിലായി. യുവതികളിൽ ഒരാളുടെ അടിവസ്ത്രത്തിൽ നിന്ന് 2 ഗ്രാം MDMA സംഭവസ്ഥലത്തു നിന്നും കണ്ടെത്തിയിരുന്നു. തുടർ പരിശോധനയിൽ ഷിഫാസിന്റെ വാടക വീട്ടിൽ നിന്നും 20 ഗ്രാം MDMA പിടികൂടി. MDMA മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ ഗുരുവായൂരിനടുത്തുള്ള പഞ്ചാരമുക്കിലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ കമ്പനിയിൽ നിന്ന് 300 ഗ്രാം കൂടി കണ്ടെടുക്കുകയായിരുന്നു. പ്രതികളെ 4 പേരെയും റിമാൻഡ് ചെയ്തു. പാലക്കാട് മുതലമടയിൽ നിന്നും കാറിൽ തൃശൂരിലേക്ക് വരികയായിരുന്നു പ്രതികൾ നിരന്തരം ലഹരിക്കടത്ത് നടത്തുന്നുണ്ടെന്ന് സംശയിക്കുന്നതായി അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് പറഞ്ഞു. ചാവക്കാട് പഞ്ചാരമുക്കിൽ മാരക രാസലഹരി MDMA കണ്ടെത്തിയത് അലൂമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്ന്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസ് പിടിയിലായി. പഞ്ചാരമുക്കിൽ ഫാബ് ഹൌസ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉടമകളായ പാലയൂർ കല്ലൂരായിൽ വീട്ടിൽ അൻഷാദ്, ചക്കങ്കണ്ടം പുതുവീട്ടിൽ ഷബീർ എന്നിവരെയാണ് ചാവക്കാട് SHO NS രാജീവ്, SI പ്രീത ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവരുടെ കടയിൽ നടത്തിയ പരിശോധനയിൽ 300ഓളം ഗ്രാം വരുന്ന 3 പാക്കറ്റ് MDMA പിടികൂടിയത്. ഷിഫാസിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 300 ഗ്രാം MDMA ചാവക്കാട്ടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിലേക്ക് മാറ്റിയ സുമേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് ചോദ്യം ചെയ്ത പിതാവിന് മകന്റെ ക്രൂരമർദ്ദനം. വടക്കേ തലക്കൽ വീട്ടിൽ 77 വയസ്സുള്ള സൈമണിനെയാണ് മകൻ ജോബി മർദ്ദിച്ചത്. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനെതിരെ പിതാവ് സൈമൺ നിരന്തരം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ 600ഓളം പാക്കറ്റ് ഹാൻഡ്സുമായി ജോബി കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസിന്റെ പിടിയിലായിരുന്നു. ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് കണ്ട സൈമൺ ഇത് ചോദ്യം ചെയ്ത് തടയാൻ ശ്രമിച്ചു. ഇതിൽ പ്രകോപിതനായ ജോബി പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സൈമണിന്റെ നെഞ്ചിൽ ചവിട്ടുകയും മുഖത്ത് മർദ്ദിക്കുകയും ചെയ്തു. സംഭവമറിഞ്ഞ വാർഡ് കൌൺസിലർ റീജ സലീലിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റ സൈമണിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൈമൺ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ജോബിക്കായി അന്വേഷണം ആരംഭിച്ചു. നേരത്തെയും ഇത്തരത്തിൽ ജോബി മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സൈമൺ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈമണിനെ മർദ്ദിക്കരുതെന്നും പ്രതിമാസം 3000 രൂപ പിതാവിന് നൽകാനും ഉത്തരവിട്ടിരുന്നു. ഇതെല്ലാം ലംഘിച്ചാണ് ഇയാൾ വീണ്ടും പിതാവിനെ ക്രൂരമായി ആക്രമിച്ചത്. TCV ന്യൂസ്, കുന്നംകുളം.
വാൽപ്പാറയ്ക്ക് സമീപം കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ഉത്തരേന്ത്യൻ സ്വദേശിയായ ദിൽവർ അലിക്കാണ് പരിക്കേറ്റത്. ചായത്തോട്ടത്തിൽ കീടനാശിനി തളിക്കാൻ പോകുന്നതിനിടെ കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തിറങ്ങിയ കരടി ആക്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ മറ്റു തൊഴിലാളികളാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. ദിൽവർ അലിയുടെ തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ചേലക്കര വാഴക്കോട് പ്രധാന പാതയിൽ നാട്ടുകാരെയും യാത്രക്കാരെയും ഭീതിയിലാഴ്ത്തി കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മുള്ളൂർക്കരയിൽ 2 കാട്ടാനകൾ ഇറങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. പ്രധാന പാതയിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ബൈക്ക് യാത്രികർ കാട്ടാനകളുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വിവരമറിഞ്ഞ് വടക്കാഞ്ചേരി പോലീസും വനംവകുപ്പിന്റെ RRT സംഘവും സ്ഥലത്തെത്തി. കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾക്കിടെ ഒരാന കാട്ടിലേക്ക് കയറിപ്പോയി. എന്നാൽ മറ്റൊരാന സമീപത്തെ പറമ്പിൽ നിലയുറപ്പിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി. വനപാലകരും പോലീസും ചേർന്ന് ഏറെ സമയമെടുത്താണ് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. വടക്കാഞ്ചേരി ചേലക്കര റൂട്ടിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസവും രാത്രി ആന ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. 2 ആഴ്ച മുൻപ് ഉതുവടി മേഖലയിൽ ആന ജനവാസ കേന്ദ്രത്തിലെത്തിയിരുന്നു. വെള്ളിയാഴ്ച രാത്രി വാഴക്കോട് മേഖലയിലാണ് ആന എത്തിയത്. പതിവായി കാട്ടാന ഇറങ്ങുന്നത് മൂലം മേഖലയിലെ ജനങ്ങൾ ഭീതിയിലാണ്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവിനും ഫാർമസിയിൽ 1ാം റാങ്ക് തൃശൂർ പഴമ്പള്ളി സ്വദേശി വിനായക് നാരായണനും കരസ്ഥമാക്കി. എഞ്ചിനീയറിംഗിൽ 2ാം റാങ്ക് കണ്ണൂർ സ്വദേശി ധ്യാൻ തേജിനും ഫാർമസിയിൽ 2ാം റാങ്ക് തൃശൂർ ഒല്ലൂർ സ്വദേശി ജെസെ ജസ്റ്റിനും നേടി. എഞ്ചിനീയറിംഗിൽ 3ാം റാങ്ക് തൃശൂർ സ്വദേശി വിസ്മയ കെയാറും ഫാർമസിയിൽ മലപ്പുറം കവനൂർ സ്വദേശി ദിയ ഫാത്തിയയും നേടി. സംവിധായകനും നടനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. ഭാരതി രാജയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഭാഗ്യരാജിന്റെ സിനിമാ ജീവിതത്തിലെ തുടക്കം. സുവറില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി 25 സിനിമകൾ സംവിധാനം ചെയ്ത ഭാഗ്യരാജ് തിരക്കഥാകൃത്തായും തിളങ്ങി. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നായിക പൂർണിമ ഭാഗ്യരാജാണ് ഭാര്യ. മകൻ ശാന്തനു ഭാഗ്യരാജും അഭിനേതാവാണ്. 5 പതിറ്റാണ്ട് സിനിമാ ജീവിതത്തിന് വിരാമം. വിട പറയുന്നത് അഭിനയരംഗത്തെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭ. തമിഴ്നാട് ഈറോഡ് ജില്ലയിൽ ജനിച്ച ഭാഗ്യരാജ് തമിഴ് സിനിമയിൽ തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. സംവിധായകൻ ഭാരതിരാജയുടെ സഹസംവിധായകനായി സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന ഭാഗ്യരാജ് പിന്നീട് തിരക്കഥാകൃത്തായും സംവിധായകനായും ശ്രദ്ധ നേടി. அது என் மனசில் என்ன நினச்சனோ அது கரெக்டாக ஷார்ட்டாக நான் டிவைட் பண்ணி கரெக்டாக எடுத்ததுனால ஜனங்க இந்த இடத்துல சிரிப்பாங்க, இந்த இடத்துல ஃபீல் பண்ணுவாங்க, இந்த இடத்துல சிச்சோன்னு சொல்லுவாங்க அப்படின்னு சொல்லக்கூடிய ரியாக்ஷனுக்கு தகுந்த மாதிரி நான் எடுத்தேன். ஸோ அந்த எடுக்கிறதுங்கிறது அவர்கிட்ட கற்றுக்கிட்டது தான். 1979 സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. என்ன சார் அப்படி பாக்குறீங்க? என்ன இருந்தாலும் ஹீரோ தான், காமெடியன் தான். അതേ കാലഘട്ടത്തിൽ നായകനായും അദ്ദേഹം ജനപ്രീതി നേടി. 1980കളിൽ മൗനഗീതങ്ങൾ, ഇന്ദ്രുപോയ് നാളെവാ, അന്ത 7 നാടുകൾ, മുന്താണை മുടിച്ച്, ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ്, ചിന്നവീട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയ സംവിധായകനായി മാറി. 25ലധികം തമിഴ് സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹം അവസാനം സംവിധാനം ചെയ്ത ചിത്രം 2003 വിജയകാന്ത് അഭിനയിച്ച ചൊക്കത്തങ്കമാണ്. മലയാളത്തിൽ മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ സിനിമകളിലെ അഭിനയം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മലയാളത്തിന്റെ അഭിമാന താരം ഉർവശി ഭാഗ്യരാജ് സംവിധാനം ചെയ്ത മുന്താണി മുടിച്ച് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ചലച്ചിത്ര ലോകത്തിന് പുറമെ രാഷ്ട്രീയ പ്രവർത്തകനായും മാധ്യമപ്രവർത്തകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നർമ്മവും സാമൂഹിക പ്രസക്തിയുമുള്ള തിരക്കഥകളാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ മുഖമുദ്രയായി വിലയിരുത്തപ്പെടുന്നത്. என்னது சாகற? நீ முதல்ல வீட்டுக்கு வாடா. ஏதா இருந்தாலும் வீட்ல போய் பேசிக்கலாம். அதெல்லாம் முடியாது, நான் செத்து தான் போவேன். இப்போ நீ எதுக்காக சாகணும்? நீதானே கல்யாணம் கட்டிக்க மாட்டேங்கறல, அப்புறம் எதுக்கு நான் உயிரோட இருக்கணும்? என்னம்மா என்னால முடியாம பேசிக்க நீயே? ന്യൂസ് ഡെസ്ക് TCV.
പെണ്ടോർ ചുങ്കത്ത് ബേക്കറിയിൽ മോഷണം. ചുങ്കം ഗ്രീൻ മാംഗോ ബേക്കറിയുടെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാവ് കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവാവാണ് ക്യാഷ് കൗണ്ടറിലും മറ്റും പരിശോധന നടത്തുന്നതാണ് ദൃശ്യത്തിലുള്ളത്. പുലർച്ചെ 4:30 കട തുറക്കാനെത്തിയ ജോലിക്കാരനാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ഷട്ടർ ഭാഗികമായി തുറന്ന നിലയിലായിരുന്നു. ഉടൻ പുതുക്കാട് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. കല്ലൂർ സ്വദേശി ബിജു കണിച്ചുകുന്നത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബേക്കറി. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 110 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 1 പവന് 880 രൂപയും വർധനവുണ്ടായി. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,195 രൂപയും 1 പവന് 1,05,560 രൂപയും നൽകണം. തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ അവസാന വാക്ക് താനാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പ്രഖ്യാപിക്കുന്നത് AICC KPCC പ്രസിഡന്റുമാരെ വില കുറച്ചു കാണലാണെന്ന് മറ്റത്തൂരിലെ വിമത കോൺഗ്രസ് നേതാവ് TM ചന്ദ്രൻ. DCC പ്രസിഡന്റ് ജില്ലയിലെ കോൺഗ്രസിന് ശാപമാവുകയാണെന്നും TM ചന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലാണ് TM ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വിമതർ DCC പ്രസിഡന്റിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയത്. DCC പ്രസിഡന്റ് ഞാനാണ് ഈ ജില്ലയിലെ അവസാന വാക്ക് എന്ന് പറയുമ്പോൾ അത് അഹങ്കാരത്തിന്റെ ഭാഷയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, അറിവില്ലായ്മയുടെ ഭാഷയാണ്. കാരണം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അവസാന വാക്ക് ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് ആണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ അത് KPCC നേതൃത്വത്തെയും AICC നേതൃത്വത്തെയും ചെറുതാക്കി കാണുകയോ അല്ലെങ്കിൽ അവരെ വില കുറച്ച് കാണുകയോ ചെയ്യുന്ന നടപടി അത് തികച്ചും അപലപനീയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റത്തൂർ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദി DCC പ്രസിഡന്റ് മാത്രമാണ്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് പ്രഖ്യാപിച്ച പുതിയ മണ്ഡലം പ്രസിഡന്റ് 2015 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ പരസ്യമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളായിരുന്നു. കഴിഞ്ഞ 11 വർഷമായി UDFന്റെയോ കോൺഗ്രസിന്റെയോ ഒരു പ്രവർത്തനത്തിലും ഇല്ലാതിരുന്ന കോൺഗ്രസുകാരനല്ലാത്ത ആളെയാണ് ലക്ഷങ്ങൾ വാങ്ങി DCC പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ആക്കിയതെന്നും ചന്ദ്രൻ ആരോപിച്ചു. അദ്ദേഹത്തിനെ തോൽപ്പിച്ചത് 68 വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. അപ്പൊ കോൺഗ്രസിന് അദ്ദേഹത്തിനുള്ള പാർട്ടിയുള്ള സ്വാധീനം, അദ്ദേഹത്തിന്റെ ആ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വെറുപ്പ് പഞ്ചായത്ത് മെമ്പർമാരുള്ള പഞ്ചായത്ത് അദ്ദേഹത്തിന് ഒരു 3 മെമ്പർമാർ ഇപ്പോൾ കഴിഞ്ഞ 2 ടൈമിലും 1 മെമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും സംഘടനാ സംവിധാനം ഇല്ലാത്ത അദ്ദേഹത്തിന്റെ ആ ഒരു സിബന്ധികളെ മാത്രം വെച്ചുകൊണ്ടില്ല. അതില് ഉദ്ഘാടന നടത്താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല. KPCC പ്രസിഡന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞത് ചന്ദ്രന്റെ ജനബന്ധന മനസ്സിലാക്കുന്ന കാര്യത്തിൽ എനിക്ക് വീഴ്ച പറ്റിയെന്നാണ്. അതുകൊണ്ട് ചന്ദ്രന്റെ പ്രൊമോഷനോട് കൂടി പാർട്ടിയിൽ എടുക്കുമെന്നാണ് KPCC പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്. മറ്റത്തൂരിലെ 24 വാർഡുകളിലേക്കും വാർഡ് കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി കണ്ടെത്തി സമർപ്പിച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ് DCC പ്രസിഡന്റ് വെട്ടി. ഇക്കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാത്തതിന് കാരണം ജോസഫ് ടാജറ്റാണെന്നും വിമതർ കുറ്റപ്പെടുത്തി. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷാഫി കല്ലുപറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, വൈസ് പ്രസിഡന്റ് മിനിമോൾ, പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോൺ വട്ടക്കാവിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. പാവർട്ടി സെന്ററിൽ ജീർണിച്ച കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ തകർന്നു വീണ് ചുമട്ട് തൊഴിലാളിക്ക് പരിക്കേറ്റു. CIT യൂണിയൻ തൊഴിലാളിയായ പാവർട്ടി പുതുമനശ്ശേരി കുണ്ടുവീട്ടിൽ സുരേഷിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സുരേഷിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സെന്ററിൽ കുണ്ടുവക്കടവ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. സമീപത്തുണ്ടായിരുന്ന വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ഏറെ വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന സ്ഥലമാണിത്. ജീർണിച്ച കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഇനിയും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുത്തൂർ പാണഞ്ചേരി പഞ്ചായത്തുകളിലെ മലയോര പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായതിൽ പ്രതിഷേധിച്ച് മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പള്ളിത്താഴം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ MLA K. രാജൻ ഉദ്ഘാടനം ചെയ്തു.
ജനകീയ സമിതി ജോയിന്റ് കൺവീനർ BS എഡിസൺ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൂർ പാണഞ്ചേരി പഞ്ചായത്തിലെ വെള്ളക്കാരിത്തടം, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, ചെന്നായിപ്പാറ, തെക്കേക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാവറട്ടി SBI ബ്രാഞ്ചിൽ ഇടപാടുകൾക്കെത്തിയ ഉപഭോക്താവിന്റെ സ്വർണവും പണവും അടങ്ങിയ പേഴ്സ് മോഷ്ടിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശ് സ്വദേശി സൂരജ് റായിയാണ് അറസ്റ്റിലായത്. നവീകരണം നടക്കുന്ന പാവറട്ടി ബ്രാഞ്ചിൽ തൊഴിൽ ചെയ്യുന്നതിനിടെയായിരുന്നു മോഷണം. 1 പവന്റെ സ്വർണ്ണ നാണയവും 13,000 രൂപ വില വരുന്ന വിദേശ കറൻസികൾ അടങ്ങുന്ന പേഴ്സുമാണ് മോഷ്ടിച്ചത്. മോഷണത്തിന് ശേഷം പ്രതി സ്ഥലത്തു നിന്നും മുങ്ങി. ബാങ്ക് ഇടപാടുകാരന്റെ പരാതിയിൽ കേസെടുത്ത പാവറട്ടി പോലീസ് 6 ദിവസത്തിനുള്ളിൽ ഉത്തർപ്രദേശിലെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. സ്വർണ്ണ നാണയം പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാവറട്ടി പോലീസ് SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ SI TC അനുരാജ്, ASI റഷീദ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒരിടവേള. മാള സ്റ്റേഷനിലെത്തിയ മന്ത്രി OJ ജനീഷിന് മുൻപിൽ ഇല്ലായ്മകളുടെ പരാതിയുമായി പോലീസ് ഉദ്യോഗസ്ഥർ. തകർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മാത്രമല്ല അസൗകര്യത്തിന്റെയും സേനയിലെ അംഗബലം കുറഞ്ഞത് സംബന്ധിച്ചും ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടു. സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉൾഭാഗം പല ഭാഗത്തും കോൺക്രീറ്റ് അടർന്നു വീണിട്ടുണ്ട്. 2022 മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ മുഖേന കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മാള പഞ്ചായത്തിലെ പൊതുപരിപാടി കഴിഞ്ഞ് അന്നമനടയിലേക്ക് പോകുമ്പോഴായിരുന്നു മന്ത്രി OJ ജനീഷ് സ്റ്റേഷനിലേക്ക് കയറിയത്. കർഷകർക്ക് അനുകൂലമായ നയം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി OJ ജനീഷ്. മാള പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലിന്റെ വിലയാണെങ്കിലും വായ്പാ കുടിശ്ശികയുടെ പേരിൽ കർഷകരുടെ സിബിൽ സ്കോർ താഴെ പോകുന്നതിനാലാണ് മറ്റു വായ്പകൾ ലഭിക്കാതെ പോകുന്നതെന്ന് ജനീഷ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സെലിൻ ജെയിംസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോഷി കാഞ്ഞൂത്തറ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പ് പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വേ പുറത്തായി. ഇറാഖ്, സൗദി അറേബ്യ, ഇറാൻ എന്നീ ടീമുകൾ പ്രാഥമിക റൗണ്ടിൽ നിന്ന് പുറത്തായി. നോർവേയെ തകർത്ത ഫ്രാൻസ് ഗ്രൂപ്പ് ജേതാക്കളായി. ബോസ്റ്റണിൽ നടന്ന മത്സരത്തിൽ 1-4 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ ജയം. ആദ്യ പകുതിയിൽ തന്നെ ഹാട്രിക് നേടിയ ഉസ്മാൻ ഡെംബെലയുടെ മികച്ച പ്രകടനമാണ് ഫ്രാൻസിന് തകർപ്പൻ ജയം സമ്മാനിച്ചത്. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച് ഇരു ടീമുകളും നേരത്തെ തന്നെ നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കിയിരുന്നു. ഗ്രൂപ്പിൽ ഒന്നാമതെത്താൻ ഫ്രാൻസിന് സമനില മാത്രം മതിയായിരുന്നുവെങ്കിലും മികച്ച ജയത്തോടെ അവർ 1-ാം സ്ഥാനം നിലനിർത്തി. ബെൽജിയം പായിച്ച 5 ഗോളുകൾക്ക് മുന്നിൽ ന്യൂസിലാൻഡ് പരാജയത്തിന്റെ രുചിയെറിഞ്ഞു. ലോകകപ്പിലെ ഗ്രൂപ്പ് ജിയിൽ നിന്ന് ബെൽജിയവും ഈജിപ്തും നോക്കൌട്ടിൽ കടന്നു. നിർണായക മത്സരങ്ങളിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാണ് ബെൽജിയം റൗണ്ട് ഓഫ് 32 ഇടം നേടിയത്. ജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 1-5 ഗോളിന് തോൽപ്പിച്ചാണ് ബെൽജിയത്തിന്റെ കുതിപ്പ്. അതേസമയം അത്യന്തം ആവേശകരമായ മത്സരത്തിൽ ഇറാനെ സമനിലയിൽ തളച്ചാണ് ഈജിപ്ത് മുന്നേറിയത്. ഈജിപ്തിനു വേണ്ടി 5-ാം മിനിറ്റിൽ മഹ്മൂദ് സാബിറും ഇറാനു വേണ്ടി 14-ാം മിനിറ്റിൽ റെമിൻ റസിയാനും ലക്ഷ്യം കണ്ടു. തുടരെ നടത്തിയ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഈജിപ്ത് ഗോളിയും ക്രോസ് ബാറും വിലങ്ങുതടിയായി നിന്നപ്പോൾ ഇറാന് സമനില വഴങ്ങേണ്ടി വന്നു. 3 പോയിന്റുമായി 3-ാമതായതോടെ ഇറാൻ ലോകകപ്പിൽ നിന്ന് പുറത്തായി. സ്പോർട്സ് ഡെസ്ക് TCV.
ലോകകപ്പിൽ നാളെ അർജന്റീന ജോർദാനെ നേരിടും. പോർച്ചുഗൽ കൊളംബിയയോടും ഇംഗ്ലണ്ട് പനാമയോടും നാളെ ഏറ്റുമുട്ടും. ക്രൊയേഷ്യ, ഘാന, കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, അൾജീരിയ, ഓസ്ട്രിയ മത്സരങ്ങളും നാളെ നടക്കും. തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള MLA അവാർഡ് വിതരണം നടന്നു. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് മുഖ്യാതിഥിയായി. SSLC, +2 സ്കൂളുകളിൽ 100% വിജയം കൈവരിച്ച സ്കൂളുകളെ ആദരിച്ചു. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസ് കൺവെൻഷൻ തൃശൂരിൽ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം എംപ്ലോയീസ് കോൺഗ്രസ് പ്രസിഡന്റ് അന്തിക്കാട് രമേശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രശാന്ത് R. നായർ, കോർഡിനേറ്റർ C. മുരാരി, CM രാധാകൃഷ്ണൻ, അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായി കൂത്തുപറമ്പ് വരയിടത്തിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര കൊടുങ്ങല്ലൂരിലെത്തി. കണ്ണൂരിൽ നിന്നും 40ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 70 പേരടങ്ങിയ സംഘമാണ് യാത്രയിലുണ്ടായിരുന്നത്. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ റൂറൽ SP മുഹമ്മദ് നദീമുദ്ദീൻ, ഡിവൈഎസ്പി P. പ്രമോദ്, കോസ്റ്റൽ പോലീസ് CI രമേശ്, കൊടുങ്ങല്ലൂർ SI EU സൗമ്യ, വാർഡ് കൗൺസിലർ VM ജോണി തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരി വിരുദ്ധ ദിനത്തിൽ പിറന്നാൾ ആഘോഷിച്ച ഡാവിഞ്ചി സുരേഷിന്റെ ചിത്രം വരയിടം അധ്യാപകൻ ഷൈജു K. മാലൂരിന്റെ നേതൃത്വത്തിൽ കൈമാറി. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടുന്ന അതിരപ്പള്ളി പഞ്ചായത്തിന്റെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2ാം ഭാഗം പ്രകാശനം ചെയ്തു. BMC അതിരപ്പള്ളി പഞ്ചായത്ത്, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷൻ എന്നിവയുടെ സാങ്കേതിക സഹായത്തോടെ തയ്യാറാക്കിയതാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ. പുതിയ PBRൽ 1090 പുഷ്പിത സസ്യയിനങ്ങൾ, 57 പന്നൽ ചെടികൾ, 225 പായലുകൾ എന്നിവയടങ്ങുന്ന സസ്യവൈവിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയിൽ നടപ്പാക്കാനുള്ള കർമ്മ പദ്ധതി ഡോക്ടർ KH അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ചു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ N. അനിൽകുമാർ PBR പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ അധ്യക്ഷനായി. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V. ബാലകൃഷ്ണൻ, വാഴച്ചാൽ DFO IS സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, ഡോക്ടർ CS വിമൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട അമ്മൂമ്മയായി മാറിയ ഡോളി ജൂൺ ഇപ്പോൾ വെള്ളിത്തിരയിലും തിളങ്ങുകയാണ്. ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ തൃശൂർ കൈപ്പറമ്പ് സ്വദേശിനിയായ ഡോളി ജൂണിന്റെ വിശേഷങ്ങളിലേക്ക്. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ സ്ക്രീനിലൂടെ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷം തോന്നി. ഈ പ്രായത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ, ചെയ്തത് ഒരുവിധം ഭംഗിയായല്ലോ എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചത്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരത്തിന്റെ പുതിയ ചിത്രമായ ബാലൻ ദി ബോയ് സിനിമയിൽ തന്റേടിയായ അമ്മൂമ്മയുടെ വേഷത്തിലെത്തിയാണ് കൈപ്പറമ്പ് സ്വദേശിനിയായ ഡോളി ജൂൺ പ്രേക്ഷക ശ്രദ്ധ നേടിയത്. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചിദംബരമൊക്കെ എന്താ പറഞ്ഞു? വളരെ ഹാപ്പി ആയിരുന്നു. അവരാദ്യം തന്നെ അവർക്കറിയാം നന്നാവും, കുഴപ്പമില്ല എന്ന്. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ കൂടെ കൊച്ചല്ലേ, അവനെ ഞങ്ങൾ പീക്കൂന്ന വിളിക്കാറ്. അവൻ നന്നായി അഭിനയിച്ചു, അവൻ്റെ അമ്മയായി അഭിനയിച്ച കുട്ടി നന്നായി അഭിനയിച്ചു, പ്രായമായി കുട്ടി അഭിനയിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരുള്ള പുതുതായിട്ട്. ഡയലോഗുകളൊക്കെ എങ്ങനെയായിരുന്നു? അവർ പറഞ്ഞു തരുമായിരുന്നോ? അപ്പ പറഞ്ഞു തരുമോ അതോ മുൻകൂട്ടി? എനിക്കൊരു ഇൻഡ് തന്നിരുന്നവർ, അത് വെച്ചിട്ട് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഇട്ടു. 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ വന്നത്. പിന്നെ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞു തന്നു. ചെയ്യുന്നതിന് മുമ്പ് അവർ പറയുമല്ലോ, പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അങ്ങനെ അവരുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. സിനിമയിൽ ഒരു വില്ലത്തി ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള ഒരു അമ്മൂമ്മയാണ്.
യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാ? അത്രയും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മൂമ്മേനെയാണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റാണ്. കാരണം ഞാൻ എൻ്റെ എനിക്കൊരു മുറിയുണ്ട്. ആ മുറിയിൽ എൻ്റെ കാര്യത്തിൽ കടത്തി ഒരാൾ എൻ്റെ മുറിയിൽ എനിക്ക് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. കാരണം ഞാൻ ഒരാളെ വിളിച്ചിട്ട് അത് വേണം ഇത് വേണം എന്ന് പറയാൻ എനിക്കിഷ്ടമില്ല. എന്ത് സാധനം നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചോ ഒക്കെ എൻ്റെ മുറിക്കകത്തുണ്ട്. കൊച്ചുമകൻ റിയോൺ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോകളാണ് ഡോളി ജൂണിന് സിനിമയിൽ അവസരമൊരുക്കിയത്. രസകരമായ മറുപടികളും സ്വാഭാവിക അഭിനയ ശൈലിയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ സിനിമയിലേക്കുള്ള അവസരം തേടിയെത്തുകയായിരുന്നു. എന്നു മുതലാണ് ഈ റീൽസ് എടുക്കാനുള്ള ആ ഒരു ഐഡിയ അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്? അതും ഐഡിയപരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ലത്. ഇപ്പം നമ്മൾ ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്നുള്ള സ്കീമിലാണ് ഈ പരിപാടിയൊക്കെ ഉണ്ടായത്. നമ്മളൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല, സിനിമയിൽ കയറാൻ വേണ്ടി ചെയ്തതല്ല, ഒന്നിനുമല്ല. നമ്മളമ്മമ്മയുടെ എൻ്റെ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്തു. അങ്ങനെയൊക്കെ റീൽസായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് രസങ്ങളും തമാശകളും കുറച്ച് തെറികളൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ റീൽസൊക്കെ എടുക്കാറ്. അല്ലാണ്ട് ഫാമിലി കണ്ടന്റ് ഒന്നല്ല. മോനും സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടാ? അത് അവൻ്റെ കഴിവല്ലേ, അവൻ വരണം. അമ്മാമ്മ റെക്കമെൻഡ് ചെയ്യോ സിനിമയിൽ വരാൻ? ഇല്ല റെക്കമെൻഡ് ചെയ്യാൻ ഒരാൾക്കും ചെയ്യില്ല. അത് അവരവർ ചെയ്യണം. അപ്പം അവൻ ജീവിക്കേണ്ടത് അവൻ്റെ കഴിവ്, എൻ്റെ കഴിവാണോ? അമ്മാമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ഏതെങ്കിലും സിനിമയിൽ ഒരു ഫ്രെയിമിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരണം എന്നുള്ളത്? അപ്പം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ. അതിന് സന്ദർഭം കിട്ടിയാൽ ഞങ്ങൾ അഭിനയിക്കും. ഒരേ സമയം കോമഡിയും മാസും ചേർന്ന കഥാപാത്രം അനായാസമായാണ് ഡോളി പകർന്നാടിയത്. ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നതിന്റെ യാതൊരു പരിഭ്രമവും ഡോളിയിൽ ഉണ്ടായിരുന്നില്ല. തോക്കു ചൂണ്ടി വിറപ്പിച്ചും ഡയലോഗിനാൽ ചിരിപ്പിച്ചും ഒറ്റപ്പെടലിന്റെ അസ്വസ്ഥത വേദനയായി പടർത്തിയും അവർ മലയാള സിനിമയിലെ മറക്കാനാകാത്ത കഥാപാത്രത്തെ സമ്മാനിച്ചു. പ്രിയപ്പെട്ട അമ്മൂമ്മയെ ഒരു നോക്ക് കാണാനും ഒപ്പം ഒരു ചിത്രമെടുക്കാനുമായി നിരവധി പേരാണ് ഇപ്പോൾ കൈപ്പറമ്പിലെ വീട്ടിലെത്തുന്നത്. പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും വിറപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ആ കഥാപാത്രത്തെയും ഈ മുത്തശ്ശിയെയും വൻ സ്വീകാര്യതയോടെയാണ് പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത്. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. മുക്കാട്ടുകര സെന്റ് ജോർജസ് കോൺവെന്റ് LP സ്കൂളിൽ അന്തർദേശീയ യോഗാ ദിനാചരണവും തൂഫാൻ 1 മില്യൺ ഗോൾ ലഹരി വിരുദ്ധ ഫുട്ബോൾ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. യോഗ പരിശീലകയായ ആർദ്ര സമൽ വിദ്യാർത്ഥികൾക്ക് യോഗാസനങ്ങളും പ്രാണായാമവും പരിശീലിപ്പിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ താരവും ഒഡീഷ FC താരവുമായ KP രാഹുൽ തൂഫാൻ 1 മില്യൺ ഗോൾ ലഹരി വിരുദ്ധ ഫുട്ബോൾ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ മുഖ്യാതിഥിയായി. AC ഷൺമുഖദാസിന്റെ 13ാം ചരമവാർഷിക ദിനാചരണം തൃശൂരിൽ NCPS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് ഉദ്ഘാടനം ചെയ്തു. NCPS ജില്ലാ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, TG സുന്ദർലാൽ, UK ഗോപാലൻ, M ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. HVACR എംപ്ലോയീസ് അസോസിയേഷൻ ചാവക്കാട് താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ വേൾഡ് റെഫ്രിജറേഷൻ ഡേയും ട്രെയിനിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. HVACR ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് ജോയ്സൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KK കിരൺ, ജില്ലാ പ്രസിഡന്റ് സാബു, ജില്ലാ സെക്രട്ടറി ഗിരീഷ്, PM മധുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നു. പാവറട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അനുരാജ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ MK സൈമൺ അധ്യക്ഷനായിരുന്നു. ASI പ്രസാദ്, PJ ജാൻസി, CS ധന്യ, റീന തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻസലിൻ പൂവത്താനം ലഹരി വിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സിസ്റ്റർ ലിനറ്റ്, ഡീന ഡേമി, അലാൻഡ റോയ്, ഫാദർ സാന്റിയോ എലുവത്തിങ്കൽ, എരുമപ്പെട്ടി CI S അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
തൃശൂർ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റൻ ചാക്കോള അധ്യക്ഷത വഹിച്ചു. മീഡിയ കത്തോലിക്ക ഡയറക്ടർ ഫാദർ ഡോക്ടർ അൽജോ കരേരക്കാട്ടിൽ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ആഗ്നസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ റോഷിനി, സ്കൂൾ PTA പ്രസിഡന്റ് ജോമോൻ പല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ വകുപ്പിന്റെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ വരടിയം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമമിത്ര ഞാറ്റുവേല ചന്തയ്ക്ക് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് അങ്കണത്തിൽ തുടക്കമായി. തണൽ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ ഫലവൃക്ഷ പച്ചക്കറി തൈകളുടെ പ്രദർശനവും വിൽപ്പനയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് P. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ് മുഖ്യാതിഥിയായി. പുഴയ്ക്കൽ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NV സന്തോഷ്, വാർഡംഗം VS സുധാമണി, ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ശരത്, സെക്രട്ടറി P. ശശി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ദിവസം എത്തിയവർക്ക് സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഈ മാസം 30 വരെ തുടരുന്ന ചന്തയിൽ നിന്നും വാങ്ങുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് ബാങ്ക് 15% വിലയിൽ കിഴിവ് നൽകും. ചന്ത സമാപനം വരെ വൈകുന്നേരങ്ങളിൽ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 78 വർഷത്തെ സേവന പാരമ്പര്യവുമായി തൃശൂർ ജില്ലയിലെ മികച്ച സഹകരണ ബാങ്കായി മുന്നേറുന്ന ഈ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിന് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷവും 12,000-ഓളം ഓഹരി ഉടമകൾക്ക് 25% ഡിവിഡന്റ് നൽകാനായി. 25 വർഷവും 70 വയസ്സും പൂർത്തിയായവർക്ക് ആജീവനാന്ത പെൻഷൻ, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, വായ്പ കൃത്യമായി അടയ്ക്കുന്നവർക്ക് 5% പലിശയിൽ കിഴിവ്, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ആജീവനാന്തം നൽകുന്ന പ്രതിമാസ ധനസഹായം ഉൾപ്പെടെയുള്ള ചികിത്സാ സഹായങ്ങൾ തുടങ്ങിയവ ബാങ്കിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. 3 AC ഹാളുകൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ് സേവനം, വളം ഡിപ്പോ, മൊബൈൽ ഫ്രീസർ തുടങ്ങിയ സൗകര്യങ്ങളും ബാങ്ക് ലഭ്യമാക്കുന്നു. വരടിയം, വെളപ്പായ, എടക്കുളം, കോളങ്ങാട്ടുകര എന്നിവിടങ്ങളിൽ ബാങ്കിന് ബ്രാഞ്ചുകളുണ്ട്. മൊബൈൽ ആപ്പിലൂടെയും ബാങ്കിന്റെ സേവനങ്ങൾ ലഭ്യമാണ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,195, പവന് 1,05,560. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ദേശീയപാത വാണിയമ്പാറയിൽ 323 ഗ്രാം MDMA-യുമായി 4 പേർ തൃശൂർ സിറ്റി പോലീസിന്റെ പിടിയിൽ. പ്രതികൾ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണികളെന്ന് സംശയിക്കുന്നതായി പോലീസ്. വാൽപ്പാറയ്ക്ക് സമീപം കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ഉത്തരേന്ത്യൻ സ്വദേശിയായ ദിൽവർ അലിക്കാണ് പരിക്കേറ്റത്. ചേലക്കര വാഴക്കോട് പ്രധാന പാതയിൽ കാട്ടാന ഇറങ്ങി. വടക്കാഞ്ചേരി ചേലക്കര റൂട്ടിൽ കാട്ടാന ശല്യം രൂക്ഷം. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഫാർമസിയിൽ 1ാം റാങ്ക് തൃശൂർ പഴമ്പള്ളി സ്വദേശി വിനായക് നാരായണന്, 2ാം റാങ്ക് ഒല്ലൂർ സ്വദേശിക്ക്. എഞ്ചിനീയറിംഗിൽ 3ാം റാങ്ക് തൃശൂർ സ്വദേശിനി വിസ്മയയ്ക്ക്. സംവിധായകനും നടനുമായ K. ഭാഗ്യരാജ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. ലോകകപ്പ് പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വെ പുറത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി.